ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാനഡ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുകയാണ്. പുറത്തുവരുന്ന കണക്കുകൾ ഇത് ശരിവെക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. കാനഡയിൽ പഠനാനുമതി തേടി ഇന്ത്യൻ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ 3/4 നിരാകരിക്കപ്പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യം നടപടികൾ കടുപ്പിക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് പുതിയ കണക്കുകളും പുറത്തുവരുന്നത്. 2025 ഓഗസ്റ്റ് അവസാനം ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കാനഡയിൽ വിദ്യാഭ്യാസ അനുമതി തേടി സമർപ്പിക്കപ്പെട്ട ആകെ അപേക്ഷകളിൽ 40% നിരാകരിക്കപ്പെട്ടത്. അതേസമയം പൊതുവെ കൂടുതൽ അപേക്ഷ സമർപ്പിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്കിടയിൽ ഇത് കുത്തനെ ഉയർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠനത്തിന് അനുമതി തേടി ഇന്ത്യക്കാർ സമർപ്പിച്ച അപേക്ഷകളിൽ 74% നിരസിക്കപ്പെട്ട അവസ്ഥയാണ്. 2023 ഓഗസ്റ്റിലെ 32%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമാണ് ഇത്. 2025 ഓഗസ്റ്റിൽ ചൈനക്കാരായ വിദ്യാർത്ഥികൾ പഠന അനുമതി തേടി സമർപ്പിച്ച അപേക്ഷകളിൽ ഏകദേശം 24%-ഓളം നിരസിക്കപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്ന കാനഡയുടെ ആകർഷണം കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനും താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കാനഡ സ്റ്റഡി പെർമിറ്റുകൾ നൽകുന്നതിൽ കഴിഞ്ഞ 2 വർഷമായി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. 2025 ഓഗസ്റ്റിൽ കനേഡിയൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ 74% നിരസിക്കപ്പെട്ടു. 2023 ഓഗസ്റ്റിൽ ഇത് 32% മാത്രമായിരുന്നു. മൊത്തത്തിലുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളിലെ നിരസിക്കൽ നിരക്ക് ഇരുമാസങ്ങളിലും ഏകദേശം 40% എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിരസിക്കൽ നിരക്ക് വളരെ കൂടുതലാണ്. 2025 ഓഗസ്റ്റിൽ 1000-ലധികം അപേക്ഷകൾ അംഗീകരിച്ച രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരസിക്കൽ നിരക്ക് ഇന്ത്യക്കാർക്കാണ്. കാനഡയിൽ സ്റ്റഡി പെർമിറ്റിനായി സമർപ്പിച്ച 1550 അപേക്ഷകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു. തട്ടിപ്പുകൾ തടയാൻ വേരിഫിക്കേഷൻ സംവിധാനം ശക്തമാക്കിയതായും അപേക്ഷകർ പാലിക്കേണ്ട സാമ്പത്തിക മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിച്ചതായും കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് വിസ നിരസിക്കൽ നിരക്ക് വർദ്ധിക്കുന്നത്. പ്രാദേശിക ആശങ്കകളും തൊഴിൽ ക്ഷാമവും കണക്കിലെടുത്ത് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുമായി കാനഡ മുന്നോട്ടു പോവുകയാണ്. നടപടികളുടെ ഭാഗമായി 2025 തുടർച്ചയായ 2ാം വർഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പഠനാനുമതികളുടെ എണ്ണം രാജ്യം വെട്ടിക്കുറച്ചിരുന്നു. ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് ദൃശ്യമാണ്. 2023 ഓഗസ്റ്റിൽ 20,900 ആയിരുന്ന അപേക്ഷകളുടെ എണ്ണം 2025 ഓഗസ്റ്റിൽ 4,515 ആയി.